ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ റോഡ് തകർന്നെന്ന ആരോപണം. ഉദ്ഘാടനം കഴിയാത്ത റോഡിൽ പലയിടത്തും ടാർ ഇളകിയ നിലയിലാണ്. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് നാട്ടുകാർ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 64 ലക്ഷം രൂപ ചെലവിലാണ് 800 മീറ്റർ റോഡ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിർമ്മാണത്തിനായി 2 വർഷം മുൻപ് റോഡ് പൊളിച്ചിട്ടതാണ്. പിന്നീട് കാൽനട യാത്ര പോലും സാധിക്കാത്ത സ്ഥിതിയായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഏതാനും മാസം മുമ്പ് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചു. മാസങ്ങൾക്ക് മുൻപ് ടാറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തു. 3 മീറ്റർ വീതിയിൽ ടാറിംഗും ഇരുവശങ്ങളിൽ 1/2 മീറ്റർ വീതം കോൺക്രീറ്റ് ചെയ്യുമെന്നുമായിരുന്നു കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ടാറിംഗ് പൂർത്തിയായതോടെ കരാറുകാരൻ കടന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കോൺക്രീറ്റ് യാഥാർത്ഥ്യമായില്ല. ടാർ ചെയ്ത പല ഭാഗവും തകർന്നു. ചെറിയ കമ്പ് കൊണ്ട് കുത്തിയാൽ പോലും കുഴിഞ്ഞു പോകുന്ന രീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരവസ്ഥ തുടർന്നിട്ട് കുറേ അധികം കാലമായി. ഇതാരും ചോദിക്കാനില്ല. പല ആൾക്കാർക്കും നമ്മൾ പരാതിപ്പെടുന്നുണ്ട്. MLA ക്ക് കൊടുക്കുന്നുണ്ട്, മന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്, പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളും ഇത് നടക്കാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 15ഓളം സ്കൂൾ ബസ്സുകളാണ് ഇതിലൂടെ ഓടുന്നത്. ഇപ്പോൾ തന്നെ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. കാലുകൊണ്ട് നല്ലതുപോലെ ചവിട്ടിയാൽ കുഴിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് റോഡ്. കാത്തുകാത്ത് ലഭിച്ച റോഡ് മാസങ്ങൾ കൊണ്ട് തകർന്നതോടെ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. റോഡിന്റെ തകർച്ചയെക്കുറിച്ച് നാട്ടുകാർ നിരവധി കേന്ദ്രങ്ങളിൽ പരാതി നൽകിയിട്ടും ഇതുവരെയും ഫലമുണ്ടായില്ല. 24 ആലപ്പുഴ.